ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ പോണത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് പരിപാടി ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ വരുന്നത് ഓണാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണത് മോളിൻ്റെ ഒക്കെ അകത്തുണ്ടാവുന്ന ഷോപ്പുകളില്ലേ, R&B, സാറ, മാക്സ്, ട്രെൻഡ്സ്, അങ്ങനത്തെ കടകളിൽ നിന്നാണ് കേട്ടോ ഞങ്ങളിവിടെ ഡ്രസ്സുകളൊക്കെ എടുക്കുക. പിന്നെ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചെറിയ ബൊട്ടിക്കുകളൊക്കെയാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ കടകളിൽ നിന്നൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ 12 മണി വരെ ഉണ്ടാവും കേട്ടോ ഷോപ്പ്. ഇനിയിപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ 10 മണി ആകുമ്പോഴേക്കും കടകളൊക്കെ പതുക്കെ അടച്ചു തുടങ്ങും. നമ്മൾ നേരത്തിന് എത്തണം കേട്ടോ. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ചേട്ടനാണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് എത്തണ സമയത്തായിരിക്കും നമ്മൾ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. അപ്പോൾ വഴിയിലൊക്കെ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ദേറ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഇങ്ങനെ മോളിൻ്റെ ഒക്കെ അകത്ത് വരുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആരെങ്കിലും കണ്ട് എന്താ വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിച്ചാലോ, അങ്ങനെ ഒരു പേടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ, ഇവിടെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അറബികളൊക്കെ ആവുമല്ലോ കൂടുതൽ. അപ്പോൾ അവരൊക്കെ വീഡിയോ എടുക്കുന്നത് അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എടുക്കാറുമില്ല. കുറച്ച് മുൻപ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ദുബായ് മോളിലൊന്നും പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന്. കാരണം ഒരുപാട് ആളുകളുള്ളതല്ലേ, അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ വീഡിയോ എടുക്കരുതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു. ഇതിപ്പോൾ വന്നേക്കുന്നത് സെൻട്രൽ പോയിന്റിലേക്കാണ് കേട്ടോ. അവിടെ നോക്കി അവിടെ നിന്ന് കിട്ടിയില്ല, അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയ്ക്ക് കയറി. ഇവിടെ നല്ല റേറ്റാണ് കേട്ടോ. അത് ഈ ഒരു ഷർട്ടിനൊക്കെ 1000 ദിർഹമൊക്കെ വരുന്നുണ്ട്. പിന്നെ വില കണ്ട് തന്നെ ഞങ്ങൾ മേടിച്ചു പോയി. അങ്ങനെ അടുത്ത കടയ്ക്ക്, പക്ഷെ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിന് പറ്റിയ ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷെ നമ്മളെ സൈസിനുള്ളത് ഉണ്ടാവില്ല. അതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വിൻ്റർ ഡ്രസ്സൊക്കെ കുറച്ചീശ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ ഇങ്ങനത്തെ ആക്സറീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ കൂടുതൽ എടുത്തേക്കുന്നത് R&B എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്നെന്തോ കടയിൽ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തന്നെ സമയം ഒരു 11 മണി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഇപ്പം എന്നെ മനസ്സിലായിട്ടോ. ഇന്നിനി നോക്കണ്ട, ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ വെച്ച് നിർത്തി. കാരണം ഇനിയിപ്പോൾ ഈ സമയമായ കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നേരെ കരാമയ്ക്ക് വന്നു. കരാമ എന്ന് പറയുന്നത് ഫുഡുകളുടെയൊക്കെ ഒരു കലവറയാണ് കേട്ടോ. ഒരുപാട് കടകളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വന്നേക്കുന്നത് അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇരുന്ന് ചേട്ടൻ ദേ പോയി വാങ്ങിച്ചു കൊണ്ടുവരും. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് കയറാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അവിൽ മിൽക്ക്. അപ്പോൾ അതേ എനിക്ക് വാങ്ങിച്ചേക്കുന്നത് ചോക്ലേറ്റാണ്. ചേട്ടന് കറക്റ്റ് അറിയാം കേട്ടോ, ഇപ്പം ഇങ്ങനെ പറയൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് ചോക്ലേറ്റും ചേട്ടന് ഇതേ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ അവിൽ മിൽക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഫുഡായിട്ട് എന്താ കഴിക്കാതെ വിചാരിച്ചിട്ട് ഒരു ചാർക്കോൾ കഫേ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചാർക്കോളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഷവർമ്മയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ബോക്സിലായിട്ടുള്ള ഷവർമ്മ വാങ്ങിച്ചു. ഇങ്ങനെ പീസ് ആക്കിയിട്ട് തന്നെ ഒരു ഷവർമ്മയാണ് കേട്ടോ. കാണിച്ചു തരാം അത് കൊണ്ടുവരുമ്പോൾ.
ചേട്ടൻ ദേ ഷവർമയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല ഇങ്ങനെ പീസാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പോയിട്ടൊന്നും കിട്ടിയില്ല, പക്ഷെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോന്നു. അപ്പോൾ ഇനി നാളെ വീണ്ടും ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ സമയത്ത് കാണാം. അങ്ങനെ ദേ പിറ്റേ ദിവസമായി വീണ്ടും ഇറങ്ങിയേക്കാണ്. ഇനിയപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് ആകെ ഒരു ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഡ്രസ്സ് എടുക്കണം, വേറെ നിവർത്തിയില്ല. അപ്പം ഇന്ന് പോണത് ലുലുവിലേക്കാണ്. അപ്പം ലുലു എത്തിയിട്ട് കാണാം കേട്ടോ. ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് ഡ്രസ്സുകളൊക്കെ നോക്കാം കേട്ടോ. പിന്നെ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാര്യമൊക്കെ മറന്നു. ഫോണൊക്കെ ജണ്ടയിൽ കൊടുത്തിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ നോക്കണമല്ലോ. അപ്പോൾ ലുലുവിലാണെങ്കിൽ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ മുൻപൊക്കെ എടുക്കാൻ വരുമ്പോൾ കണ്ടിട്ടുള്ള ആ ഡ്രസ്സൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ദേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. പുറത്താണ് കേട്ടോ, പുറത്തൊരു കടയിലാണ്. ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ ചേട്ടന് ഇനി എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നാളെ വരും. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. ചേട്ടൻ ഇതുവരെ എടുത്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിറ്റേ ദിവസമായി ചേട്ടനെ ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ചേട്ടനാണെങ്കിൽ കുറച്ച് ബ്രാൻഡഡിൻ്റെ ആളാണ്. ലൂയിസ് ഫിലിപ്പും പിന്നെ അലൻസോളി, വാൻസീൻ എന്നൊക്കെയാണ് കേട്ടോ ചേട്ടനിടുള്ളൂ. എനിക്കാണെങ്കിൽ പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗിയുള്ള ഡ്രസ്സായാൽ മതി. അങ്ങനെ ഇപ്പോൾ അതിന് നല്ല ബ്രാൻഡഡ് സംഭവമാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ മാറി മാറി ഇടണം. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം അതിന് മുകളിലൊക്കെ ഇടാൻ പറ്റുന്ന ഷർട്ടുകളാണ്. ദൈറ സിറ്റി സെൻ്ററിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. LPയുടെ കടയ്ക്ക് വന്നേക്കാണ്. അങ്ങനെ ഈ ചേട്ടൻ വന്ന് ഷർട്ടുകളൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പോലെ ഉള്ള കടയിലത്തെ മൊത്തം ഡ്രസ്സുകൾ ഇട്ട് നോക്കുക അങ്ങനത്തെ സംഭവത്തില്ല. ചേട്ടൻ വരിക, ഞാൻ പറയും ഇത് ഇട്ട് നോക്കിക്കോ എന്ന് പറയും, ഭംഗിയുണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അത് എടുക്കുക. അങ്ങനെയാണ്. ഞാനാണെങ്കിൽ ഒരു കടയിലുള്ള മൊത്തം ഡ്രസ്സ് ഇട്ട് നോക്കും കേട്ടോ. ഞാൻ ആയി തന്നെ ഇടണ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ട് നോക്കും. എന്നിട്ട് ലാസ്റ്റ് ആദ്യം ഇഷ്ടമായ അതന്നെ എടുത്തിട്ട് പോരും. അതാണ് എൻ്റെ. അങ്ങനെ ചേട്ടനുള്ള ഷർട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ദേ വീണ്ടും ഫുഡ് കോർട്ടിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ദേ ബർഗർ കിങ്ങിൽ വന്നിട്ട് ഒരു ബർഗർ വാങ്ങിച്ചു കേട്ടോ. ചേട്ടന് മാത്രമായിട്ട് ഒരു ബർഗർ വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ ബർഗർ വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം. ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതേ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറെ സിറ്റി സെൻറ്ററാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ അതേ ഫില്ലയുടെ ഒരു ടീ ഷോപ്പ് കണ്ടു. അങ്ങനെ അവിടെ കയറിയിട്ട് ചായയും കുടിച്ചു. അപ്പോൾ മസാല ടീ ആണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതേ വരുമ്പോൾ സാറ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സാറയിലും വെറുതെ ഒന്ന് കയറി ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് മന്തി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, സാംസങ് മന്തിയിൽ.
ഇവിടെ വന്ന് ചിക്കൻ മുഗളായി മന്തിയാണ് ഓർഡർ ചെയ്തത്. കൂടാതെ അപ്പോൾ ആ സമയത്ത് ഒരു സൂപ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ സൂപ്പുകൾ വലിയ താല്പര്യമില്ല. എന്നുവെച്ചാൽ ഇവിടെ വരുമ്പോൾ ഉറപ്പാണ് ഇങ്ങനെ മന്തിക്കടയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് മട്ടൻ സൂപ്പായിരിക്കും. ഞാൻ ഇവിടുത്തെ സൂപ്പ് കുടിക്കാറില്ല. ഫോൺ സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ സാംസങ് മന്തിയിൽ വന്നു കഴിഞ്ഞാൽ അവർ മയണൈസ് അല്ല കേട്ടോ കൂടെ തരാം. അത് ഈ ഒരു ഡേറ്റ്സിൻ്റെ പിക്കിളാണ്. അപ്പോൾ ഈ മുഗളായി ചിക്കൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനായിരിക്കും അവർ മന്തി റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരാം. ഈ സാംസങ് മന്തി ഒരു അറബിക് മന്തിക്കടയാണ് കേട്ടോ. അറബിക് മന്തിയിൽ ഒരു മയണൈസ് ഇല്ല. നമ്മൾ നാട്ടിലെ മന്തിയിലാണ് കേട്ടോ മയണൈസ് കിട്ടുള്ളൂ. അത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാട്ടോ ഓർമ്മ വന്നത്. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മറന്നു കേട്ടോ അതിൻ്റെ കാര്യമൊക്കെ. ഇനി ഇത് കഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ലുക്ക് ചെയ്യുമ്പോൾ പിന്നെ മിൻ്റ് ഇട്ടിട്ടുള്ളത് ചായയും കൂടി കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അത് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.